ഈ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. ഈ പള്ളിയുടെ അയൽവാസികൾക്ക് ഈ പള്ളിയിലല്ലാതെ ജമാഅത്ത് നമസ്കാരമില്ല. ഈ പള്ളിയിലല്ലാതെ നിങ്ങൾക്ക് ജമാഅത്ത് നമസ്കാരമില്ല. പടച്ചവനെ, പള്ളിയുടെ അയൽവാസികളാരാ? നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, പള്ളിയുടെ 4 ഭാഗത്തുമുള്ള 40 വീട്ടുകാര് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദമേതെല്ലാ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവര് മുഴുവനും ഈ പള്ളിയുടെ അയൽവാസികളാ. നിങ്ങൾക്ക് നമസ്കാരം ഇവിടെയാണ്, നിങ്ങൾക്ക് ജമാഅത്ത് ഇവിടെയാണ്. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമടോ. പക്ഷേ വല്ലാത്ത അലസതയാണ്. മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു 2 കണ്ണും കാണാത്ത സഹാബിയാ, 2 കണ്ണും കാണാത്ത സഹാബിയാ. ആ സഹാബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. ആരുടെയെങ്കിലും സഹായമില്ലാതെ എനിക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് ഞാന്. എനിക്ക് ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിലേ പള്ളിയിൽ വരാൻ പറ്റുന്നുള്ളൂ. എനിക്ക് സഹായത്തിനാളെ കിട്ടാതെ വന്നാ ഞാൻ വീട്ടിൽ നമസ്കരിക്കട്ടെ നബിയേ. കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെന്ന് ചോദിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമോ ഉമ്മു മക്തൂം? ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? കേൾക്കും നബിയേ, കേൾക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു കയറ് കെട്ട്, അതിന്റെ ഒരു ഭാഗം നിന്റെ വീടിന്റെ മുമ്പില്, മറുഭാഗം പള്ളിയില്. എന്നിട്ട് ബാങ്ക് വിളിച്ചാൽ ആ കയറ് പിടിച്ചിട്ടാണെങ്കിലും നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കും.